റാപ്പർ വേടൻ എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? തെറ്റ് ചെയ്തെങ്കിലല്ലേ ഒളിവിൽ പോവേണ്ട ആവശ്യമുള്ളൂ? വേടൻ എന്തുകൊണ്ട് പോലീസിനെ ഭയക്കുന്നു? ബോൾഗാട്ടി പാലസിൽ നടത്താൻ വെച്ചിരുന്ന പരിപാടിയായിരുന്നു, എന്തുകൊണ്ട് മാറ്റിവെച്ചു? അശ്വിൻ, വേടൻ എത്തിയെങ്കിൽ അറസ്റ്റ് എന്ന നിലപാടിലായിരുന്നു പോലീസ്. ഇത് തിരിച്ചറിഞ്ഞാണോ ഈ വേടൻ ഒളിവിൽ പോയിരിക്കുകയാണ്, അതിന് പിന്നാലെയാണോ ഈ പരിപാടി റദ്ദാക്കുന്നത്? അമീന, ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംഘാടകരെത്തിയത്. ഓളം ലൈവ് എന്ന പരിപാടിയിൽ മറ്റു റാപ്പർമാർ ഫെജോയും അതേപോലെ എം കൂപ്പറും ഗബ്രിയും ഒക്കെ പോലെയുള്ള മറ്റു റാപ്പർമാരുണ്ടായിരുന്നെങ്കിലും ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം വേടൻ തന്നെയായിരുന്നു. വേടനെ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇവരുടെ പ്രൊമോഷൻ പരിപാടികൾ മുഴുവനായി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കേസ് വന്നതിന് ശേഷം ഇവർ ആശയക്കുഴപ്പത്തിലായിരുന്നു. വേടന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ലഭിച്ചിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഇതായിരുന്നു: മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്, അത് ലഭിക്കും, അതുകൊണ്ട് തന്നെ പരിപാടി മാറ്റിവെക്കേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു വേടന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. എന്നാൽ ഇവരുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് 18-ാം തീയതിയിലേക്ക് മാറ്റി. നോ ടു അറസ്റ്റ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയതുമില്ല. അതോടുകൂടിയാണ് പരിപാടിക്ക് എത്തിയാൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പരിപാടി നടത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്ന് മനസ്സിലാക്കിയ സംഘാടകർ ഇന്നിപ്പോൾ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായി അറിയിച്ചത്. ഈ ദിവസം ഇന്ന് വരെയും ഇതിന്റെ ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈനായിട്ട്. ആ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളിലൊക്കെ നമുക്ക് കാണാമായിരുന്നു ഈ പരിപാടി നടക്കുമെന്നുള്ള ആശങ്ക ആളുകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പരിപാടി നടക്കും എന്നുള്ള മറുപടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ സംഘാടകർ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏറെ വൈകി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ പരിപാടി മാറ്റിവെക്കുകയാണ്. റീഫണ്ട് ആവശ്യമായിട്ടുള്ളവർക്ക് റീഫണ്ട് നൽകും, അതല്ലെങ്കിൽ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ആ ദിവസത്തേക്ക് എന്നേക്കാണോ പരിപാടി മാറ്റിവെക്കുന്നത് ആ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാമെന്നുള്ള ഒരു അറിയിപ്പ് വരുന്നത്. ഏതായാലും വേടൻ കൊച്ചിയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് വേടന് മനസ്സിലായി പ്രോഗ്രാം നടത്തിയാൽ അറസ്റ്റ് ഉറപ്പാണെന്ന്. അതുകൊണ്ടാണ് പ്രോഗ്രാമിൽ നിന്നും വേടൻ പിന്മാറിയത്. ഒരുപാട് ന്യായീകരണ വീഡിയോസുകൾ കണ്ടു. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണ വീഡിയോ വന്നിരുന്നു. അതിൽ പറയുന്നത് വേടൻ ഒരു ഉമ്മ ചോദിച്ചു, അപ്പോൾ അവൾ സമ്മതിച്ചു എന്നാണ്. അതിനുശേഷം പിന്നീടാണ് പറയുന്നത് കട്ടിലിലേക്ക് ബലമായി തള്ളിയിട്ടെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നീട് 3 ദിവസം വേടൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാളുകൾ പറയുന്ന ന്യായീകരണം, ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ 3 ദിവസം അവിടെ തങ്ങാൻ വേടന് സാധ്യമാവുമോ എന്നാണ് പലരും ഉന്നയിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ, വേടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് വേടൻ പോലീസിനെ ഭയക്കുന്നത്? ഒരു ഇത്രയും കൊട്ടിഘോഷിച്ച അറിയിച്ച ഒരു പ്രോഗ്രാമിൽ നിന്ന് എന്തുകൊണ്ടാണ് വേടൻ പിന്മാറിയത്? അതിലൊക്കെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചത്. എപ്പോഴും തെറ്റ് ചെയ്യുമ്പോഴല്ലേ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത്? ഇതെല്ലാം ഒരു ആശയക്കുഴപ്പം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നു. ഇതിൽ പലരും പറയുന്ന ന്യായീകരണം, വേടൻ ഒരുപാട് ശത്രുക്കളുണ്ട്, അപ്പം അവർ കരുതിക്കൂട്ടി വേടന് പണി കൊടുക്കുന്നതാണ് എന്നാണ് പലരും ന്യായീകരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന്. വേടൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്കത് നിയമത്തിന് തന്നെ വിട്ടുകൊടുക്കാം.